ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് സന്തോഷവും എല്ലാം ഉള്ളൊരു ദിവസമാണ് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ വെളുപ്പിന് ഞാൻ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിൽ പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി ഞാൻ മാത്രം പോകണുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരിതുണ്ട്. വലിയ സന്തോഷം ഇല്ലെങ്കിൽ എന്നാൽ സന്തോഷമുണ്ട്. കാരണം ഒരു കുഞ്ഞിക്ക നാട്ടിലുണ്ടല്ലോ, ചെറുത് നാട്ടിലുള്ളത് കൊണ്ട് അവനെ എടുക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ ആ ഒരു സന്തോഷം കേട്ടോ. പിന്നെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഫുള്ളും പിള്ളേർക്കാണെങ്കിലും സിക്കായിരുന്നു, പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടും സ്കൂളിലും കാര്യങ്ങളും പോയിട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ എല്ലാം കൊണ്ട് ഈ ഒരാഴ്ച ഭയങ്കര സിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്നാലും നമ്മൾ നാട്ടിൽ പോകുന്നതല്ലേ എന്ന് പറഞ്ഞ് ഒന്നും വാങ്ങിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നമ്മൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കേട്ടോ. ലാസ്റ്റ് മൊമെൻറ്റിൽ ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടും അങ്ങനെയൊക്കെയുള്ള ടൈമിൽ കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളും ഷോപ്പിങ്ങൊക്കെ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ വേഗം പോയി കണ്ടിട്ടോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഒരു ദിവസം ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് കേട്ടോ. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞത് കണ്ടോ. ഞങ്ങൾ ഇങ്ങനത്തെ ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ. കൊച്ചിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് അങ്ങനെ ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഞങ്ങൾ വേഗം മടങ്ങി കേട്ടോ. തിരിച്ച് വന്നതിന് പിന്നെ അടുത്ത ദിവസമായപ്പോഴാണ് ഓർത്തത്, അയ്യോ ഇനി ഒന്നും ആയില്ലല്ലോ, അന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാമെന്ന് പറഞ്ഞ് ഈ പാത്രം കാണുന്ന സാധനം രണ്ടമ്മമാർക്ക് ഭയങ്കര ഫേവറേറ്റുള്ള സാധനം. അപ്പോൾ കൊണ്ട് അങ്ങനെ പാത്രം കാണുന്ന സാധനങ്ങളും പിന്നെ ചോക്ലേറ്റും അങ്ങനെയൊക്കെ അടുത്ത ദിവസം ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ നടത്തി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെറിയ ഷോപ്പിംഗ് കാര്യങ്ങൾ നടത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വെളുപ്പിന് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും സിക്കായിട്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിലും പനിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും വേഗം മരുന്നൊക്കെ കഴിച്ചതിന് സ്റ്റോപ്പ് ചെയ്തു. ജയ്മോനാണെങ്കിലും തലവേദനയും കാര്യങ്ങളൊക്കെയാണ്. 2 മണിക്കൂർ ട്രാവൽ ചെയ്താലാണ് ഞങ്ങൾക്ക് എയർപോർട്ടിൽ എത്തുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും തിരിച്ചവർ ഇങ്ങോട്ട് 2 മണിക്കൂർ ട്രാവൽ ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ഇതാണ്. പക്ഷേ എന്നാലും നാട്ടിൽ പോകുന്ന ചെറുതിനെ കാണുന്ന അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് അത് വേറെയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. മാത്തു, അമ്മ പോകാൻ വേണ്ടി അമ്മയ്ക്ക് ഫോൺ ഓഫ് ചെയ്യാൻ, എന്നിട്ട് അമ്മയ്ക്ക് പെട്ടിയൊക്കെ എടുക്കണം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, എന്നിട്ട് അമ്മയ്ക്ക് പെട്ടി എടുത്താൽ നമുക്ക് എന്നിട്ട് പാക്കിങ് തുടങ്ങാം. അപ്പോൾ ഇവരുടെ വിചാരം നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് പോകണമെന്നുണ്ട്. കാരണം ഇവർക്ക് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോകണ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് പോകണം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ പിള്ളേരാണെങ്കിലും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഇത് തരലാണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യണം. നമ്മൾ അവർ വിചാരിക്കുന്ന പെട്ടി എടുത്ത് പോകുന്നത് എല്ലാവരും ഒരുമിച്ചാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെയുള്ള രീതിയിലാണ്. അപ്പോൾ രണ്ടാമത്തവനാണെങ്കിലും വന്നിട്ട് നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 2 പെട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പോകണ ദിവസം കേട്ടോ. വെളുപ്പിന് തന്നെയായി. നൈറ്റ് ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഷ്ടിച്ച് ഉറങ്ങിയോളൂ. അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ ഇതേ കണ്ണ് തുറക്കാൻ പറ്റാണ്ട് തുറന്നതാണ് ഞാൻ കഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ ഇതായി. അപ്പം ഇനി വേഗം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇത് വേഗം പോകണം. അപ്പം ഇനി പോണ വഴിയിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് തന്നെ യാത്ര തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഓൾമോസ്റ്റ് പകുതി വഴിയൊക്കെ എത്തിയിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലറായിട്ട് കാണിക്കണം. ഇനി ഞാൻ വിചാരിക്കണം എൻ്റെ കണ്ണിൻ്റെ കുഴപ്പം എൻ്റെ ക്യാമറയ്ക്കും പറ്റിയെന്നുള്ളത് തുടങ്ങിയിട്ട് വെളുപ്പാങ്കാലത്തായതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങുകയാണ്. അപ്പോൾ ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ നല്ല ഒരു 10 മിനിറ്റ് ഒന്ന് നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. സമയമുണ്ട് കുറച്ചും കൂടെ. അപ്പോൾ അങ്ങനെ ഒരു 10 മിനിറ്റത്തേക്ക് ഞങ്ങൾ നിർത്തിയിട്ടതാണ് ഈ ആവശ്യത. ഇനി ബാക്കി എയർപോർട്ടിൽ ചെന്നിട്ടും ബാക്കി ട്രാവലിൻ്റെ വിശേഷിതൊക്കെ അടുത്തൊരു വീഡിയോ ഇട്ട് വരാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തോളൂ, ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ. അപ്പം അങ്ങനെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞാൻ ഖത്തറിൽ സ്റ്റക്കായിരിക്കുകയാണെന്ന് പറഞ്ഞ പോലെയാണ്. അയ്യോ, അത് ആലോചിക്കണം, അത് എന്തുകൊണ്ട്